അഭിമാനിക്കാവുന്ന ചിത്രങ്ങളിലൊന്ന് എന്ന് നിശ്ചയമായിട്ടും പറയാവുന്ന ഒരു വേൾഡ് ക്ലാസ് മൂവിയാണ്. എൻ്റെ ഒരു ചെറിയ കഥയെ ആസ്പദമാക്കി ലോകത്തിന് സമ്മാനിച്ചിരിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഓരോ മലയാളിയും കണ്ടിരിക്കേണ്ട ചിത്രമെന്ന് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ പറയുന്നു. നിങ്ങൾ ഓരോരുത്തരും കാണുക, വിലയിരുത്തുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു. നമ്മളൊരു സിനിമ കണ്ടിറങ്ങിയപ്പോൾ അതിൻ്റെ യഥാർത്ഥ നായകൻ നജീബാണ്. ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഇൻ്റർവ്യൂ എടുത്തു, പല കാര്യങ്ങൾ ചെയ്തു. ഇന്ന് തുടക്കത്തിലെടുത്തു. നജീബ് ജീവിതം വെള്ളിത്തിരയിൽ കണ്ടിറങ്ങിയിരിക്കുകയാണ്. അതെ ആ ഇമോഷൻ, ആ സിറ്റുവേഷൻ ഒന്ന് പറയും. അത് ആദ്യം കണ്ടപ്പോഴേ ഞാൻ അവിടെ നിന്ന് കരയുമായിരുന്നു. കാരണം ഞാനവിടെ അനുഭവിച്ച കാര്യങ്ങൾ പൃഥ്വിരാജ് സാറ് അത് ഇത് അഭിനയിച്ച് കാണിച്ചപ്പോഴേ എനിക്ക് സന്തോഷമുണ്ട്, അതിനുള്ളിൽ ദുഃഖമുണ്ട്. കാരണം അതേ രീതിയിൽ തന്നെയാണ് ഞാൻ അവിടെ അനുഭവിച്ച അതേ രീതിയിൽ തന്നെയാണ് പൃഥ്വിരാജ് സാർ അഭിനയിച്ചത്. അപ്പോഴേ ഈ പടം നിങ്ങളെല്ലാവരും പോയി പടം കാണണം. കാണാത്തവർ കാണണം, കണ്ടിത് വിജയിപ്പിക്കണം. എന്നാലേ ഇതിനെപ്പറ്റിയെല്ലാം മനസ്സിലാകത്തുള്ളൂ. കണ്ടു കഴിച്ചിട്ട് ഇറങ്ങണം. പിന്നെ എന്താ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇനിയിപ്പോൾ ഇതെല്ലാം കണ്ടല്ലേ സിനിമ. മനസ്സിൻ്റെ ഒരു വിങ്ങലാണല്ലേ? അതെ, മനസ്സിൻ്റെ ഒരു വിങ്ങലാണ് ഈ സിനിമ. ഇപ്പോഴും മനസ്സിന് ആ വിങ്ങലുണ്ട്. എങ്കിലും പിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴൊന്നുകൂടി ഇതായി. നിങ്ങളുടെ ഹീറോയാണിത്. നിങ്ങളുടെ ഹീറോ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. കണ്ടില്ലായിരുന്നെങ്കിൽ, കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഒന്നും ഉണ്ടാകത്തില്ലായിരുന്നു. ഓക്കെ, ഇതാണ് നജീബ് കാക്ക് പറയാനുള്ളത്. എന്തായാലും ഇവർ രണ്ടുപേരും വലിയ രീതിയിലുള്ള ഒരു ഇമോഷൻ വർക്ക് ചെയ്ത ഒരു സിനിമയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഹക്കീമിനെ കണ്ടു, ആദ്യ സീറ്റിലിരുന്ന്. സിനിമ കണ്ടിറങ്ങുമ്പോൾ ഹക്കീമിനെ കാണണമെന്നുണ്ടായിരുന്നു. ഒരു രക്ഷയില്ല കേട്ടോ ഹക്കീമെ, ഒരു രക്ഷയില്ല. മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറയുകയാണ്, ഗംഭീര പെർഫോമൻസ്, മനസ്സിൽ കണ്ണ് നിറയിപ്പിച്ച ഒരു പെർഫോമൻസ് ആയിരുന്നു. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഹക്കീമിൻ്റെ ഒരു എന്താണ് അവസ്ഥയെന്നും കൂടെ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ കാത്ത് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെപ്പോലെ തന്നെ ആദ്യമായിട്ട് സിനിമ കാണുന്ന ഒരാളാണ് ഞാനും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതൊരു ഇമോഷണൽ റോളർ കോസ്റ്റർ റൈഡായിരുന്നു. കുറേ വികാരങ്ങൾ ഇങ്ങനെയും പോയിട്ട് ഇടയ്ക്ക് ചെറിയൊരു കരച്ചിലും ചെറിയ ഒരു റിലീഫും അങ്ങനെയൊക്കെ വന്ന് ഇങ്ങനെ വികാരങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു റൈഡായിരുന്നു എന്നെ സംബന്ധിച്ചിട്ട് ഈ ഒരു സിനിമ കണ്ടിറങ്ങിയപ്പോൾ. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ബ്ലസ്സി സാർ, ബെന്യാമിൻ സാർ ആൻഡ് രാജു ഏട്ടനും ജിമ്മിച്ചായനും ബാക്കി എല്ലാ നടന്മാർക്കും, എല്ലാ ടെക്നീഷ്യന്മാർക്കും, ഇതിൽ പ്രവർത്തിച്ച എല്ലാ ക്രൂ മെമ്പറും അവരെല്ലാവരുമാണ് ഈ ഒരു സിനിമ ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ളത്, ഇത്ര മനോഹരമാക്കാൻ വേണ്ടി സഹായിച്ചിട്ടുള്ളത്. ഈവൻ ഇത് നമ്മുടെ സെറ്റിലുള്ള ഇത് എല്ലാവരും ഇത് അങ്ങനെ വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ബ്ലഡ് ആൻഡ് സ്വെറ്റ് അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള റിസൾട്ട് ഇനി ഓഡിയൻസ് കണ്ടിട്ട് ഇനി പറയുകയാണ് വേണ്ടത് ബാക്കി എന്താണ് അഭിപ്രായങ്ങൾ എന്നൊക്കെ ഉള്ളത്. സോ നിങ്ങൾ പറയും. ഒരാളുടെ ജീവിതമാണ് നജീബ് എന്ന് പറഞ്ഞ ഒരു ജീവിതം, അതിൻ്റെ കൂടെ അതിൻ്റെ കൂട്ടുകാരൻ്റെ ജീവിതം കൂടെ കാണിച്ചു പോകുന്നു എന്നാണ് ഈ സിനിമ പറയുന്നത്. നമ്മൾ കഥ ഒത്തിരി കഥകൾ വായിച്ചെങ്കിൽ സിനിമ 3 മണിക്കൂർ കൊണ്ട് അവസാനിക്കുമ്പോൾ നമുക്ക് തീരുകയാണോ ഇനി ഉണ്ടാവുമോ എന്നുള്ള പ്രതീക്ഷ തന്നാണ് സിനിമ എടുത്തത്. അതെങ്ങനെയാണ് ഫീൽ ചെയ്തത്? അവസാനം ഒരു റിലീഫല്ലേ നമുക്ക് കിട്ടുന്നത്. സോ അത് നന്നായി. ഈ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടിയത് എന്നുള്ളത് നിങ്ങൾ പറയാം. പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇപ്പോൾ തന്നെ കുറേ ആളുകളും എൻ്റെ മേലേക്ക് ഷവർ ചെയ്ത ലവ് അതൊക്കെ ഞാൻ തിരിച്ചു കൊടുക്കുകയാണ് എല്ലാവരോടും. വളരെ സ്നേഹം, എൻ്റെ ഉള്ളു തട്ടിയിട്ടുള്ള, എൻ്റെ ഉള്ളു തുറന്നിട്ടുള്ള സ്നേഹം. താങ്ക് യു വെരി മച്ച്. സിനിമ കുറിച്ചൊന്നും പറയാനല്ല, പക്ഷെ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച കുറേ ആൾക്കാരുണ്ട്. ഇതൊക്കെ ആ ക്രൂവിൽപ്പെട്ടവരാണ്. സിനിമ അതിഗംഭീരമാണ് കേട്ടോ, ഒന്നും പറയാനില്ല. നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ആഴത്തിൽ നിങ്ങൾ പറഞ്ഞ അപ്പുറത്തേക്ക് തട്ടിയ സിനിമയാണ്. ഈ നിമിഷം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നമുക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഇങ്ങനെ പടം ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇമോഷണലായിട്ട് കണക്ട് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെയും ഇത്രയും വർഷത്തെ കഷ്ടപ്പാടും എല്ലാം നമുക്കിന്ന് അറിയാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും അത് കണക്റ്റ് ആവുന്നുണ്ട്. വളരെ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ അത്രേ ഉള്ളൂ. പറയൂ. ഐ തിങ്ക് എല്ലാ കഷ്ടപ്പാടുകളും എൻ്റെ ക്രൂവിൻ്റെ ബേസിക്കലി ആൻഡ് ഡെഡിക്കേഷൻ ഓഫ് ബ്ലസ്സി സാർ, ഐ തിങ്ക് ദാറ്റ്സ് എ ഹാറ്റ്സ് ഓഫ് ടു ഹിം ആൻഡ് യു ക്യാൻ സീ ദ റിസൾട്ട്. അതാണ് തീർച്ചയായിട്ടും എല്ലാ ക്രൂവും അതുപോലെ ഇൻവോൾവ് ആയി. സാറിൻ്റെ ആ ഡെഡിക്കേഷനും കമ്മിറ്റ്മെൻറ്റും ഐ തിങ്ക് ദാറ്റ് വാസ് ദ ബെസ്റ്റ് ഓഫ് ഇറ്റ്. ഇതിൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത എല്ലാ ക്രൂവും ഈക്വലി അവരെ ഒരു 200% ഇതിലേക്ക് കൊടുത്തു.
അതിൻ്റെയാണ് ഈ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ അതിൽ ഐ എം റിയലി താങ്ക്ഫുൾ ടു എവറി വൺ ഇൻ ദ ക്രൂ. ബ്ലെസ് സർ ഈ ഓപ്പർച്യൂണിറ്റി തന്നതിലും പൃഥ്വിരാജ് ആയിക്കോട്ടെ എല്ലാവരും വളരെ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. താങ്ക് യു. താങ്ക് യു സോ മച്ച്. And for me, I've acted in a language that I don't know, you know. Most of it was in Arabic. I don't speak Arabic, so I had to learn that language as well for the sake of the character. So, you know, of course, it was full of challenges, but, you know, at the end of the day, we finished the project, and we're happy to give you the GOAT live, indeed. ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. ഓക്സിജൻ, the cooling expert.